2001 പുറത്തിറങ്ങിയ ഒരു ത്രില്ലിംഗ് അഡ്വഞ്ചറസ് സിനിമയാണ് ആസ് ഫാർ ആസ് മൈ ഫീറ്റ് വിൽ ക്യാരി മീ. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ സൈബീരിയയിലെ ഒരു ജയിൽ കാണുന്നു. അവിടെ ധാരാളം ജർമ്മൻ സൈനികരെ വരിവരിയായി നിർത്തിയിരിക്കുകയായിരുന്നു. ശരിക്കും രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം റഷ്യ നിരവധി ജർമ്മൻ സൈനികരെ തടവിലാക്കുകയും കൽക്കരി ഖനികളിൽ രാപ്പകൽ പണിയെടുപ്പിക്കുകയും ചെയ്തു. ഈ ജയിലിന് സുരക്ഷ വളരെ കുറവായിരുന്നെങ്കിലും ആരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നില്ല. കാരണം ഈ ജയിലിന് ചുറ്റും മഞ്ഞു മാത്രമായിരുന്നു. കൂടാതെ ഈ ജയിൽ മനുഷ്യവാസമുള്ള സ്ഥലത്തു നിന്നും ഏകദേശം 14,000 കിലോമീറ്റർ അകലെയായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും സൈബീരിയയിലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ മരണം ഉറപ്പായിരുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മഞ്ഞിന് നടുവിലാണ് ഈ ജയിൽ പണിതിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തടവുകാരനും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്നാൽ ഈ തടവുകാരിൽ ഒരാൾ വളരെ ബുദ്ധിശാലിയായിരുന്നു. ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ ഭാര്യയുടെയും മകളുടെയും അടുത്തേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചു. ക്ലെമൻസ് ഫൊറൽ എന്നായിരുന്നു ഈ തടവുകാരന്റെ പേര്. അയാൾക്ക് ഈ ജയിലിൽ 25 വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിരുന്നു. ക്ലെമൻ തന്റെ ജീവിതത്തിന്റെ പകുതിയും ഈ ജയിലിൽ ചെലവഴിക്കാൻ ഒട്ടും ആഗ്രഹിച്ചില്ല. എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ക്ലെമൻ ആഗ്രഹിച്ചു. ഭാഗ്യവശാൽ ഒരു ദിവസം ക്ലെമന് രക്ഷപ്പെടാൻ ഒരു അവസരം ലഭിച്ചു. കൽക്കരി കയറ്റിക്കൊണ്ടുപോയ ഒരു ചരക്ക് തീവണ്ടിയിൽ കയറി അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ജയിലിനു പുറത്തെ തുറന്ന ആകാശത്ത് നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. പക്ഷേ ഈ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം പോയ ശേഷം ചരക്ക് തീവണ്ടി നിർത്തുകയും ക്ലെമൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു റഷ്യൻ സൈനികൻ തോക്കുമായി അവന്റെ നേരെ നിൽക്കുന്നത് കാണുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ക്ലെമൻ ഇവിടെ വെച്ച് പിടിക്കപ്പെട്ടു. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കുറ്റത്തിന് അവനെ ഒരു ഓപ്പൺ എയർ സെല്ലിൽ അടച്ചു. കഠിനമായ തണുപ്പും രാത്രിയിലുണ്ടായ മഴയും ക്ലെമന്റിന്റെ അവസ്ഥ ശരിക്കും മോശമാക്കി. ആ സെല്ലിൽ ക്ലെമനെ കുറച്ചു മണിക്കൂറുകളല്ല, മറിച്ച് 2 ദിവസം മുഴുവൻ പാർപ്പിച്ചു. കൃത്യം 2 ദിവസത്തിനു ശേഷം അടുത്ത ദിവസം രാവിലെ ജയിൽ വാർഡൻ അവന്റെ അടുത്ത് വരികയും അവനെ സെല്ലിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു. അവനെ ഒട്ടും ഉപദ്രവിച്ചില്ല. പകരം നിന്റെ കൂട്ടുകാർ നിനക്കായി കാത്തിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. ക്ലെമൻ തന്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ അവരെല്ലാവരും വടികളുമായി അവനെ കാത്തു നിൽക്കുകയായിരുന്നു. അവരെല്ലാവരും ക്ലെമനോട് വളരെ ദേഷ്യത്തിലായിരുന്നു. കാരണം ക്ലെമൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് അവർക്കെല്ലാവർക്കും കഴിഞ്ഞ 2 ദിവസമായി ഭക്ഷണം നൽകിയിരുന്നില്ല. നിന്റെ കൂട്ടുകാർ നിനക്കായി കാത്തിരിക്കുന്നു എന്ന് വാർഡൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ക്ലെമന്റിന് ഇപ്പോൾ മനസ്സിലായി. ക്ലെമന്റിനെ കണ്ടയുടൻ മറ്റു തടവുകാർ അവനെ ആക്രമിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ മർദ്ദനത്തിൽ ക്ലെമന്റിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ അവനെ ജയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ജയിലിലെ ഡോക്ടറും ഒരു ജർമ്മൻ തടവുകാരനായിരുന്നു. ബോധം വന്ന ഉടൻ ക്ലെമൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്കൊരിക്കൽ കൂടി ജയിലിൽ നിന്ന് രക്ഷപ്പെടണം, അതിന് നിങ്ങളുടെ സഹായം വേണം. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറാവാത്ത ക്ലെമന്റിന്റെ ധൈര്യം കണ്ട് ഡോക്ടർ അത്ഭുതപ്പെട്ടു. ഈ ജയിലിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടുക അസാധ്യമാണെന്നും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ പോലും പുറത്തെ മരവിപ്പിക്കുന്ന തണുപ്പിൽ നീ മരിച്ചു പോകുമെന്നും ഡോക്ടർ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിലും നിന്റെ മരണം ഉറപ്പാണ്. കാരണം നീ ജോലി ചെയ്യുന്ന കൽക്കരി ഖനികളിൽ കാർബണിന്റെ അളവ് വളരെ കൂടുതലാണ്. അത് വായുവിലൂടെ നിന്റെ ശരീരത്തിലെത്തി ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്ന് ഡോക്ടർ ക്ലെമനോട് പറഞ്ഞു. തുടർന്ന് ഡോക്ടർ തന്റെ പക്കലുണ്ടായിരുന്ന കമ്പിളി വസ്ത്രങ്ങളും ഷൂസും ആവശ്യമായ സാധനങ്ങളും ക്ലെമന്റിന് നൽകി. റഷ്യൻ സൈനികർ റെയിൽവേ ലൈനുകൾക്ക് സമീപം ഭക്ഷണം ഒളിപ്പിച്ചു വെക്കാറുണ്ടെന്നും ഡോക്ടർ അവനോട് പറഞ്ഞു. ഇതോടൊപ്പം ആത്മരക്ഷയ്ക്കായി ഒരു തോക്കും ക്ലെമന്റിന് നൽകി. വാസ്തവത്തിൽ ഡോക്ടർ ഈ സാധനങ്ങളെല്ലാം നേരത്തെ ശേഖരിച്ചു വെച്ചത് അദ്ദേഹത്തിന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഒരാഴ്ച മുമ്പ് തനിക്ക് ക്യാൻസർ ആണെന്നും 1 മാസത്തിൽ കൂടുതൽ ആയുസ്സില്ലെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ശേഷം അദ്ദേഹം ക്ലെമന്റിനൊരു ലഞ്ച് ബോക്സ് നൽകി. നീ ജീവനോടെ രക്ഷപ്പെടുകയാണെങ്കിൽ ഈ ലഞ്ച് ബോക്സ് എൻ്റെ കുടുംബത്തിന് എത്തിച്ചു നൽകണമെന്നും ഞാൻ ഈ ലോകത്തില്ലെന്നും അവരോട് പറയണമെന്നും ആവശ്യപ്പെട്ടു. ഇവിടെ ഒരിക്കൽ കൂടി രാത്രിയുടെ ഇരുട്ടിൽ ക്ലെമൻ വീണ്ടും രക്ഷപ്പെട്ടു. ഇത്തവണ തീവണ്ടിക്ക് പകരം നടന്നു പോകാൻ അവൻ തീരുമാനിച്ചു. റഷ്യൻ സൈനികർ പിടിക്കുമോ എന്ന പേടി കാരണം രാത്രി മുഴുവൻ നടന്ന അവൻ രാവിലെയും നടത്തം തുടർന്നു. രാവിലെ ക്ലെമൻ രക്ഷപ്പെട്ട വിവരമറിഞ്ഞ വാർഡൻ നേരെ ഡോക്ടറുടെ മുറിയിലെത്തി ചോദ്യം ചെയ്തു. എന്നാൽ അദ്ദേഹം എത്തുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ ആത്മഹത്യ ചെയ്തിരുന്നു. കാരണം ക്ലെമൻ രക്ഷപ്പെട്ട വിവരമറിഞ്ഞാൽ വാർഡൻ തന്നെ പീഡിപ്പിച്ചു കൊല്ലുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതിനുശേഷം വാർഡൻ നിരവധി റഷ്യൻ സൈനികരെ ക്ലെമന്റിനെ തിരയാൻ അയക്കുകയും അവനെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരാൻ ഉത്തരവിട്ടു. എന്നാൽ ദിവസങ്ങളോളം തിരഞ്ഞിട്ടും ക്ലെമന്റിനെ കണ്ടെത്താനായില്ല. മഞ്ഞുവീഴ്ച തുടങ്ങിയതിനാൽ ക്ലെമന്റിന്റെ കാൽപ്പാടുകൾ മാഞ്ഞുപോയത് അവനെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കി. ഈ തണുപ്പിൽ ക്ലെമൻ മരവിച്ചു മരിച്ചിട്ടുണ്ടാകുമെന്ന് എല്ലാവരും കരുതി.
എന്നാൽ വാർഡൻ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം ക്ലെമൻ വളരെ ശക്തനാണെന്നും അവൻ അത്ര പെട്ടെന്ന് തോറ്റുകൊടുക്കില്ലെന്ന് വാർഡൻ അറിയാമായിരുന്നു. അതിനാൽ തിരച്ചിൽ തുടരാൻ അദ്ദേഹം ഉത്തരവിട്ടു. മറുഭാഗത്ത് ക്ലെമൻ നിറഞ്ഞ ആവേശത്തോടെ മഞ്ഞുവീഴ്ചയെ അതിജീവിച്ച് മുന്നോട്ടു പോകുകയായിരുന്നു. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് 9 ദിവസത്തിനു ശേഷം പെട്ടെന്ന് നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം അവൻ കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ലെഡ്ജ് തന്റെ നേരെ വരുന്നത് കണ്ടു. അവൻ ഓടി രക്ഷപ്പെടാൻ കഴിയുന്നതിനു മുൻപ് തന്നെ ആ സ്ലെഡ്ജ് അവന്റെ അരികിലെത്തുകയും അവനെ മറികടക്കുകയും ചെയ്തു. അപ്പോഴാണ് ക്ലെമൻ ഞെട്ടിയുണർന്നത്. താൻ ഒരു സ്വപ്നം കാണുകയായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 9 ദിവസമായി നടക്കുകയായിരുന്ന ക്ലെമന്റിന്റെ പക്കലുണ്ടായിരുന്ന ഭക്ഷണവും തീർന്നിരുന്നു. വിശപ്പും ക്ഷീണവും കാരണം മുന്നോട്ടു പോകാൻ പ്രയാസമായിരുന്നെങ്കിലും ക്ലെമൻ പിന്മാറാതെ നടത്തം തുടർന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ശരീരം തളർന്നു. വിശപ്പ് സഹിക്കാനാവാതെ അവൻ ബോധഭ്രഷ്ടനായി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബോധം വന്നപ്പോൾ ചുറ്റും വിചിത്രമായൊരു ശബ്ദം കേട്ടു. അപ്പോഴാണ് അവനൊരു സീലിനെ കണ്ടത്. അത് കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ പെട്ടെന്ന് തോക്കെടുത്ത് ലക്ഷ്യം വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ക്ഷീണം കാരണം ഉന്നം തെറ്റുകയും സീൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം ജീവിക്കാൻ ഒരു ചെറിയ പ്രതീക്ഷ ലഭിച്ച ക്ലെമന്റിന് അത് പാഴാക്കാൻ കഴിഞ്ഞില്ല. അവൻ ഉടൻ അതിന് പിന്നാലെ ഓടി. പക്ഷേ ഓടുന്നതിനിടയിൽ മഞ്ഞ് തകർന്ന് വെള്ളത്തിൽ വീണ് കാലിന് പരിക്കേറ്റു. എങ്കിലും പരിക്കേറ്റ നിലയിലും അവൻ സീലിനെ പിന്തുടർന്നു. ക്ലെമൻ വെടിവെക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും സീൽ ഒരു പാറയ്ക്ക് പിന്നിൽ ഒളിച്ചു. ക്ലെമൻ വീണ്ടും മുന്നോട്ട് പോയി സീലിനെ വീണ്ടും കണ്ടു. അത് വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ക്ലെമൻ തന്റെ അവസാനത്തെ വെടിയുണ്ട ഉടിച്ചു. ഭാഗ്യവശാൽ അത് സീലിന് കൊണ്ടു. യാത്രക്കിടയിൽ ഭക്ഷണത്തെക്കുറിച്ച് ഇനി ആകുലപ്പെടേണ്ടതില്ല എന്നതിനാൽ ക്ലെമൻ സന്തോഷിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ക്ലെമൻ വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിച്ച ശേഷം യാത്ര തുടർന്നു. ഇത്രയും നീണ്ട യാത്രയിൽ ക്ലെമൻ തീർത്തും ഒറ്റയ്ക്കായിരുന്നു. ചുറ്റും മഞ്ഞല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ മാനസിക നില തെറ്റാൻ സാധ്യതയുള്ളതിനാൽ അവൻ തന്നോട് തന്നെ സംസാരിക്കുകയും പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് സ്വയം പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഒപ്പം വഴി തെറ്റാതിരിക്കാൻ അവൻ എപ്പോഴും കോമ്പസ് നോക്കി തന്റെ പാത ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. തുടർച്ചയായി 2 മാസം നടന്നതിനു ശേഷം ക്ലെമൻ ആ മഞ്ഞുപാളികൾക്കിടയിൽ ഒരു ചെറിയ മരം കണ്ടു. ആ മരം കണ്ടപ്പോൾ ഏതെങ്കിലും നിധി കിട്ടിയതുപോലെ ക്ലെമൻ സന്തോഷിക്കുകയും ഓടിപ്പോയി ആ മരത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ആ മരം ഒരു സൂചനയായിരുന്നു. അതായത് 2 മാസത്തെ യാത്രയ്ക്ക് ശേഷം അവൻ മഞ്ഞുമൂടിയ പ്രദേശം പിന്നിട്ടിരിക്കുന്നുവെന്നും ഇനി കാട് തുടങ്ങാൻ പോകുന്നുവെന്നും. അല്പം മുന്നോട്ട് നടന്നപ്പോൾ അവൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ നിന്ന് കാട് തുടങ്ങുകയായിരുന്നു. മഞ്ഞു പ്രദേശം അവസാനിച്ചു. അവൻ കാട്ടിൽ വളരെ സന്തോഷവാനായിരുന്നു. വിറക് ശേഖരിച്ച് തീ കായുകയും മാസങ്ങൾക്ക് ശേഷം ആദ്യമായി സമാധാനമായി ഉറങ്ങുകയും ചെയ്തു. എന്നാൽ അടുത്ത ദിവസം അവന് സമാധാനത്തിൻ്റേതാണോ അല്ലയോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു. മറുഭാഗത്ത് വാർഡൻ ഇപ്പോഴും ക്ലെമനെ തിരയുകയായിരുന്നു. തന്റെ സെർച്ച് പാർട്ടിയോട് 500 കിലോമീറ്റർ ചുറ്റളവിൽ തിരയാൻ അദ്ദേഹം ഉത്തരവിട്ടു. അതേസമയം ക്ലെമൻ കാട്ടിലൂടെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ശക്തമായ ഒരു മഞ്ഞുകാറ്റ് വീശി. വലിയ മരങ്ങൾ പോലും കടപുഴകി വീഴുന്നത്ര ശക്തമായിരുന്നു ആ കാറ്റ്. ക്ലെമൻ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കവേ ഒരു വലിയ മരം അവന്റെ മേൽ വീണു. ഭാഗ്യത്തിന് സ്വർണം തേടിപ്പോയ 2 പേർ വൈകുന്നേരം ആ വഴി വരികയും ക്ലെമനെ കണ്ട് കൃത്യസമയത്ത് രക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ 3 പേരും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയും ദിവസങ്ങൾക്ക് ശേഷം മഞ്ഞുപ്രദേശത്തിന് പുറത്തെത്തുകയും ചെയ്തു. വഴിയിൽ അവർക്കൊരു പുഴ കാണാൻ കഴിഞ്ഞു. അത് മുറിച്ചു കടക്കാൻ അവരൊരു മരം കൊണ്ട് ചങ്ങാടം നിർമ്മിച്ചു. പുഴ കടക്കുന്നതിനിടയിൽ അവർ പരസ്പരം സംസാരിക്കുകയും കുട്ടിക്കാലത്തെ കഥകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ പുഴയിലെ ഒഴുക്ക് കൂടുകയും ചങ്ങാടത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു സുഹൃത്തിന്റെ ബാലൻസ് തെറ്റി അവൻ വെള്ളത്തിൽ വീണു. നീന്തൽ അറിയാത്ത അവൻ മുങ്ങാൻ തുടങ്ങി. ഇത് കണ്ട് ക്ലെമൻ വെള്ളത്തിലേക്ക് ചാടുകയും എങ്ങനെയൊക്കെയോ ആ മനുഷ്യനെ കരയിലെത്തിച്ച് രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ മറ്റേ സുഹൃത്ത് ഇവരെ 2 പേരെയും മരിക്കാൻ വിട്ടുകൊടുത്ത് തനിച്ചു മുന്നോട്ടു പോയി. അയാൾ വളരെ അത്യാഗ്രഹിയായിരുന്നു. അവർ 2 പേരും മരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി തന്റെ സുഹൃത്തിന്റെ സ്വർണവും അയാൾ കൈക്കലാക്കി. അല്പം കഴിഞ്ഞ് ക്ലെമനും മറ്റേയാളും ടെന്റിനടുത്തെത്തിയപ്പോൾ സുഹൃത്തിനോട് ദേഷ്യം തോന്നിയ ആ മനുഷ്യൻ അയാളെ വെടിവെച്ചു കൊന്നു. അതിനുശേഷം ക്ലെമനും ആ മനുഷ്യനും സാധനങ്ങളുമായി യാത്ര തുടർന്നു. ഏതെങ്കിലും മനുഷ്യവാസമെങ്കിലും കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ അവർ മാസങ്ങളോളം നടന്നു. എന്നാൽ വീണ്ടും ശൈത്യകാലം വരികയും കാടുകൾ മഞ്ഞിൽ പുതയുകയും ചെയ്തു. ആ മനുഷ്യൻ ചുമന്നിരുന്ന സാധനങ്ങൾക്ക് ഭാരക്കൂടുതലുള്ളതിനാൽ മഞ്ഞിലൂടെ നടക്കാൻ അയാൾക്ക് പ്രയാസമായി. ഇത് കണ്ട് ക്ലെമൻ അയാളുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കാമെന്നേൽക്കുകയും സാധനങ്ങൾ അല്പനേരം തനിക്ക് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇവിടെ ആ മനുഷ്യന് ക്ലെമൻ തന്റെ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് സംശയം തോന്നി. അയാൾ ക്ലെമനെ ആക്രമിക്കുകയും താഴേക്ക് തള്ളിയിടുകയും ചെയ്തു. ക്ലെമൻ ബോധരഹിതനായി. അല്പസമയത്തിനു ശേഷം ബോധം വന്നപ്പോൾ ചെന്നായക്കൂട്ടം തന്റെ അടുത്തേക്ക് വരുന്നത് അവൻ കണ്ടു. ജീവൻ രക്ഷിക്കാൻ അവനൊരു മരത്തിൽ കയറാൻ ശ്രമിച്ചു.
മരത്തിൽ കയറുന്നതിനിടയിൽ ഒരു ചെന്നായ അവന്റെ കാലിൽ പിടിച്ചു. എന്നാൽ ആ മരം ദുർബലമായിരുന്നു. അത് നടുവേ ഒടിഞ്ഞു വീണു. ക്ലെമൻ താഴെ വീണു. തന്റെ മരണം ഉറപ്പായെന്ന് ക്ലെമൻ കരുതിയ നിമിഷം പെട്ടെന്ന് വെടിയൊച്ച കേട്ടു. ക്ലെമൻ കണ്ണു തുറന്നപ്പോൾ ചില ചെന്നായകൾ ചത്തുകിടക്കുന്നതായും ബാക്കിയുള്ളവ ഓടിപ്പോയതായും കണ്ടു. ആ പ്രദേശത്തെ വേട്ടക്കാരാണ് വന്ന് അവന്റെ ജീവൻ രക്ഷിച്ചത്. അവർ അവനെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി ചികിത്സിപ്പിച്ചു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം ക്ലെമൻ ഒരു മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തി. ആളുകളെ കണ്ടപ്പോൾ അവന് അതിയായ സന്തോഷം തോന്നി. ദിവസങ്ങളോളം അവൻ ആ ഗ്രാമത്തിൽ താമസിച്ചു. ഒരു ദിവസം ഗ്രാമത്തിൽ ഒരു കത്ത് വന്നു. അത് മറ്റാരുടേതുമല്ല, സാക്ഷാൽ വാർഡന്റേതായിരുന്നു. ഒരു ജർമ്മൻ പട്ടാളക്കാരൻ ഞങ്ങളുടെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും ആരെങ്കിലും അവൻ അഭയം നൽകിയാൽ അവർ ദേശദ്രോഹികളായി കണക്കാക്കപ്പെടുമെന്നും അതിലെഴുതിയിരുന്നു. ഗ്രാമവാസികൾക്ക് ശിക്ഷ ലഭിക്കാതിരിക്കാൻ ക്ലെമന് ആ ഗ്രാമം വിട്ടുപോകേണ്ടി വന്നു. പോകുന്നതിനു മുൻപ് ഗ്രാമവാസികൾ അവന് ഭക്ഷണവും ഒരു വേട്ടനായയെയും നൽകി. ഈ നീണ്ട യാത്രയിൽ ക്ലെമൻ ഇപ്പോൾ ഒരു കൂട്ടുകാരന് ലഭിച്ചു. അതുകൊണ്ടുതന്നെ അവൻ ഒറ്റപ്പെടൽ തോന്നിയില്ല. അവർ ദിവസങ്ങളോളം നടന്നു. വഴിയിലൊരു തടിമില്ല് കണ്ട നായ ഭക്ഷണത്തിനായി അതിനുള്ളിലേക്ക് ഓടി. തന്റെ നായയെ രക്ഷിക്കാൻ ക്ലെമൻ മില്ലിനുള്ളിൽ കയറി. അവിടെയുള്ള തൊഴിലാളികൾ ക്ലെമനെ തിരിച്ചറിയുകയും മില്ലുടമയുടെ അടുത്തെത്തിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ക്ലെമൻ തന്റെ കഥ മുഴുവൻ ഉടമയോട് പറഞ്ഞു. എല്ലാവർക്കും അവനോട് സഹതാപം തോന്നി. അവർ അവന് ഭക്ഷണം നൽകി ജർമ്മനിയിലേക്ക് പോകുന്ന തീവണ്ടിയിൽ കയറ്റിവിട്ടു. താൻ ഉടൻ വീട്ടിലെത്തുമെന്ന സന്തോഷത്തിലായിരുന്നു ക്ലെമൻ. എന്നാൽ മില്ലുടമ തന്റെ വിവരം വാർഡനെ അറിയിച്ചത് അവൻ അറിഞ്ഞില്ല. വാർഡനും സൈനികരും സ്റ്റേഷനിൽ അവനെ കാത്തിരുന്നു. എന്നാൽ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ ക്ലെമൻ ദൂരെ നിന്ന് റഷ്യൻ സൈനികളെ കാണുകയും അവസരം കിട്ടിയപ്പോൾ തീവണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ സൈനികർ അവനെ കാണുകയും പിന്തുടരുകയും ചെയ്തു. ക്ലെമൻ വേഗത്തിൽ റെയിൽവേ ട്രാക്കുകൾ മുറിച്ചു കടന്നു. പക്ഷേ പെട്ടെന്ന് വാർഡൻ അവന്റെ മുന്നിൽ വന്നു നിന്നു. ഇത് കണ്ട് ക്ലെമന്റെ ഹൃദയം നിലച്ചുപോയി. കാരണം തന്റെ യാത്രയുടെ വർഷങ്ങൾ പാഴായെന്നവൻ കരുതി. വാർഡൻ അവനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ക്ലെമന്റെ നായ വാർഡനെ ആക്രമിച്ച് കടിച്ചു. ഈ അവസരം മുതലെടുത്ത് ക്ലെമൻ അവിടെ നിന്ന് സർവ്വശക്തിയും എടുത്ത് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അപ്പോൾ ഒരു വെടിയൊച്ച കേട്ടു. തിരിഞ്ഞു നോക്കിയ ക്ലെമൻ തന്റെ നായ ചത്തുകിടക്കുന്നത് കണ്ടു. അത് കണ്ട് അവന് വലിയ വിഷമം തോന്നിയെങ്കിലും അവൻ നിന്നില്ല. തന്റെ പൂർണ്ണ ശക്തിയോടെ മുന്നോട്ടോടി. ശേഷം ഒരു പാലത്തിന് മുകളിൽ കയറി താഴെ പോയിരുന്ന തീവണ്ടിക്ക് മുകളിലേക്ക് ചാടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ അവൻ വീണ്ടും വാർഡന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ക്ലെമൻ പതുക്കെ തന്റെ യാത്ര തുടർന്നു. ക്ലെമൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ 7 വർഷം തികഞ്ഞു. അവൻ ഇപ്പോൾ സെൻട്രൽ ഏഷ്യയിൽ ഒരു ഗ്രാമത്തിലെ ചന്തയിൽ അലഞ്ഞു നടന്നു. അവിടെ ഭക്ഷണ സാധനങ്ങൾ കണ്ടപ്പോൾ അവന് കഴിക്കാൻ തോന്നിയിട്ടും കയ്യിൽ പണമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ മനസ്സില്ലാതെ മുന്നോട്ട് നടന്നു. അപ്പോഴാണ് പാൻകേക്ക് വിൽക്കുന്ന 2 പെൺകുട്ടികളെ കണ്ടത്. പാൻകേക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലായിരുന്നു. നിരാശനായ അവനോട് ഒരു പെൺകുട്ടിക്ക് സഹതാപം തോന്നി പാൻകേക്കിന്റെ ഒരു ഭാഗം മുറിച്ചു നൽകി. ആദ്യം അല്പം ജാള്യം തോന്നിയെങ്കിലും പെൺകുട്ടികളോട് നന്ദി പറഞ്ഞ് അവനത് കഴിച്ചു. ചന്തയിലുണ്ടായിരുന്ന ഒരു ജൂതൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ക്ലെമൻ ഒരു പള്ളിയിൽ പോയപ്പോൾ ആ മനുഷ്യനും അവനെ പിന്തുടർന്ന് അവിടെ എത്തി. വാസ്തവത്തിൽ ആ മനുഷ്യനും പണ്ടൊരു തടവുകാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ക്ലെമനെ പോലീസിനെ ഏൽപ്പിച്ചില്ലെന്ന് മാത്രമല്ല സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം ക്ലെമനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വർഷങ്ങൾക്ക് ശേഷം ക്ലെമൻ താടി വടിച്ച് പഴയ രൂപത്തിലേക്ക് മാറി. ശേഷം റഷ്യൻ അതിർത്തി കടന്ന് ജർമ്മനിയിലെത്താൻ അദ്ദേഹം ഒരു പുതിയ പാസ്പോർട്ട് ക്ലെമന് നൽകി. ക്ലെമൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് അതിർത്തിയിലേക്ക് തിരിച്ചു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ക്ലെമൻ റഷ്യൻ അതിർത്തിയിലെത്തി തന്റെ പാസ്പോർട്ട് കാണിച്ചു. സൈനികൻ തന്നെ തിരിച്ചറിയുമോ അല്ലെങ്കിൽ വ്യാജ പാസ്പോർട്ട് പിടിക്കപ്പെടുമോ എന്ന് ക്ലെമൻ ഭയന്നു. എന്നാൽ ഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചില്ല. സൈനികൻ അവനെ കടത്തിവിട്ടു. ഒടുവിൽ അവൻ ആ പാലത്തിലെത്തി. അത് കടന്നാൽ ജർമ്മനിയിലെത്താം. പക്ഷെ പകുതി ദൂരം എത്തിയപ്പോൾ അവന്റെ കണ്ണിലേക്കൊരു ശക്തമായ വെളിച്ചമടിച്ചു. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ വാർഡനെ കണ്ടു. ക്ലെമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ ഇപ്പോഴും റഷ്യൻ മണ്ണിലാണെന്ന് മനസ്സിലായി. അതിന്റെ അർത്ഥം വാർഡനെ ഇപ്പോഴും ക്ലെമനെ അറസ്റ്റ് ചെയ്യാമെന്നാണ്. ഇത്രയും വർഷത്തെ കഷ്ടപ്പാട് വെറുതെയാകുമെന്ന് കരുതി ക്ലെമന്റെ ഹൃദയം തകർന്നു. എന്നാൽ ക്ലെമൻ പോലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് അവിടെ നടന്നത്. വാർഡൻ അവന് വഴിമാറിക്കൊടുക്കുകയും മുന്നോട്ടു പോകാൻ അനുവദിക്കുകയും ചെയ്തു. ആദ്യം ക്ലെമന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടന്നു. വാസ്തവത്തിൽ ക്ലെമന്റ് ജീവിക്കാനുള്ള ആഗ്രഹവും ധൈര്യവും കണ്ട് വാർഡൻ ആകൃഷ്ടനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവനെ അറസ്റ്റ് ചെയ്യാതെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ അനുവദിച്ചത്. വാർഡൻ അവനോട് പറഞ്ഞു, ഇത് 2 സൈനികർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. നീയും ഞാനും. ഇതിൽ നീ വിജയിച്ചു. പോയി നിന്റെ ജീവിതം ജീവിക്കൂ. അങ്ങനെ ഒടുവിൽ ക്ലെമൻ അതിർത്തി കടന്ന് സ്വന്തം രാജ്യമായ ജർമ്മനിയിലെത്തി. അവൻ തന്റെ വീടിന് സമീപം എത്തിയപ്പോൾ ഭാര്യയെയും മകളെയും കണ്ടു. അവർ 2 പേരും പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ക്ലെമനും അവരെ പിന്തുടർന്നു. പള്ളിയിലെത്തി.
ക്ലെമൻ തന്റെ മകളെ വിളിച്ചില്ലെങ്കിലും അച്ഛൻ ഒരു ദിവസം വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. മകൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ അച്ഛനെ തിരിച്ചറിഞ്ഞ് ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. ഇത്രയും വർഷത്തിനു ശേഷം ക്ലെമനെ ജീവനോടെ കണ്ട ഭാര്യയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഒടുവിൽ അവർ 3 പേരും പരസ്പരം കെട്ടിപ്പിടിച്ചു. ഈ യഥാർത്ഥ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രം ഇവിടെ അവസാനിക്കുന്നു.